മിശിഹായിൽ സ്നേഹമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയാണെന്ന് കരുതുകയാണ്. അതിനായി പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാവരും വിശുദ്ധ വാരത്തിൻ്റെ വൈകാരിക അനുഭൂതിയിലൂടെ കടന്നു പോവുകയാണല്ലോ. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ രക്ഷാകര പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കുവാനും യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും വൈകാരിക അനുഭൂതിയിലൂടെ കടന്നു പോകുവാനുമുള്ള അവസരമാണ് ഈ വിശുദ്ധവാരം. വിശുദ്ധവാരം എന്നത് കേവലം ഒരു ഓർമ്മ പുതുക്കലോ ആചരണമോ അല്ല, മറിച്ച് അത് 2000 വർഷം മുമ്പ് നടന്ന യേശുവിൻ്റെ ജീവിതത്തിലെ സംഭവങ്ങളുടെ ആവർത്തനമാണ്. അന്ന് നടന്ന ആ സംഭവത്തിൻ്റെ ആവർത്തനം അതേ കൃപകൾ നമുക്ക് ലഭ്യമാക്കി തരുന്നുവെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. കാരണം എന്തെന്നാൽ യേശു നമ്മളോടൊത്ത് സന്നിഹിതനാണ്. വിശുദ്ധ വചനത്തിൽ യേശു തന്നെ പറയുന്നു, ലോകാവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വചന പ്രഘോഷണത്തിലും പ്രാർത്ഥനകളിലും വിശുദ്ധ കുർബാനയിൽ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിലും യേശുവിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, ഓശാന ഞായറാഴ്ച യേശുവിൻ്റെ രാജകീയ പ്രവേശനം നമ്മൾ കൊണ്ടാടുന്നു. നമ്മുടെയും ഒരു രാജകീയ പ്രവേശനമായി അതിനെ കണക്കാക്കാം. നമ്മുടെ കൂടെ ധാരാളം ആൾക്കാർ നമ്മളെ അനുമോദിച്ച് യാത്ര ചെയ്യുന്നു. എന്നാൽ അതിലെല്ലാവരും ആത്മാർത്ഥതയോടെ ആയിരിക്കുകയില്ല അങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ഒരു ജാഗരൂകത നമുക്കാവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് അംഗീകാരങ്ങളും സ്നേഹവുമൊക്കെ കിട്ടുമ്പോൾ യേശുവിനെ പോലെ വിനീതനാകുവാനും നമ്മൾ ഒരു രാജാവാകുവാനുള്ള പുറപ്പാടല്ല, മറിച്ച് നമ്മൾ സഹനത്തിലേക്കുള്ള യാത്രയുടെ തുടക്കത്തിലാണ് എന്നോർക്കുന്നത് നല്ലത്. അത് നമ്മുടെ വ്യർത്ഥ അഭിമാനം അല്ലെങ്കിൽ അഹങ്കാരമൊക്കെ തീർച്ചയായിട്ടും കുറയ്ക്കും. പെസഹ വ്യാഴാഴ്ച നമ്മൾ അനുഷ്ഠിക്കുന്നത് ഈശോയുടെ ജീവിതത്തിലെയും നമ്മുടെ ജീവിതത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം, യേശുവിൻ്റെ കാൽകഴുകൽ ശുശ്രൂഷ, പൗരോഹിത്യത്തിൻ്റെ സ്ഥാപനം, അതുപോലെ തന്നെ യേശു നൽകിയ സ്നേഹത്തിൻ്റെ കൽപ്പന. ഇതെല്ലാം സഭയെ ബലിഷ്ഠമായി നിലനിർത്തുന്ന ഘടകമാണ്. വിശുദ്ധ കുർബാന എന്നതാണ് സഭയുടെ എസൻഷ്യലായ ആധ്യാത്മിക ആചരണം അല്ലെങ്കിൽ അനുഷ്ഠാനം. ബാക്കി ഉള്ള കാര്യങ്ങളൊന്നും അത്രമാത്രം നിർബന്ധമല്ല. ഒരു പ്രാവശ്യം ധ്യാനം കൂടിയില്ലെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നൊവേന കൂടിയില്ലെങ്കിലും ഒന്നും അത് സഭ നിർബന്ധമായും അത് പറയുന്നില്ല. മറിച്ച് വിശുദ്ധ കുർബാനയിൽ നിർബന്ധപൂർവം സംബന്ധിക്കണമെന്ന് നമ്മളെ അനുസ്മരിപ്പിക്കുന്നു. അപ്പോൾ അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. നമ്മൾ ദുഃഖവെള്ളിയിലേക്ക് കടക്കുമ്പോൾ നീതിമാൻ ക്രൂശിക്കപ്പെടുന്നു. നിങ്ങളും നീതിമാനാണെങ്കിൽ ക്രൂശിക്കപ്പെടും. എന്തിനാണ് എന്ന് ചോദിച്ചാൽ അത് ഒരു ലോകനീതി പോലെയാണ്. കാരണം നിങ്ങൾക്കൊരു ഉത്ഥാനം ഉണ്ടാകണമെങ്കിൽ കഷ്ടപ്പാടിൻ്റെയും വേദനയുടെയും സഹനത്തിൻ്റെയും പാതയിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു. യേശുവിന് ഓശാന പാടിയവരും അവരെ എതിരേറ്റവരുമൊക്കെയാണ് അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിലും തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് വരാം. അതൊക്കെ ഒരു വൈകാരികമായ അനുഭവമാണ്, നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന കർമ്മമാണ്. നമ്മൾ വ്യക്തിപരമായി ആ കാര്യത്തിൽ മറ്റുള്ളവരോടുള്ള ഒരു പ്രതികരണം എന്ന രീതിയിലല്ല അതിനെ കണക്കാക്കേണ്ടത്. മറിച്ച് തിന്മയുടെ ശക്തിയാണ് മറ്റുള്ളവരിൽ പ്രവർത്തിക്കുന്നത്,
മറ്റുള്ളവരിലൂടെ നമുക്കെതിരായി പ്രവർത്തിക്കുന്നത് എന്ന് കരുതിയാൽ മതിയാകും. യേശു യൂദാസിനോട് പറഞ്ഞത്, നീ ചെയ്യാനുള്ളത് വേഗം പോയി ചെയ്യുക. പത്രോസിനോട് പറഞ്ഞു, കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം ഉപേക്ഷിക്കും. അപ്പോൾ യേശു അവരെ ആരെയും വിലക്കിയതായിട്ട് കണ്ടില്ല. അവരിലൂടെയൊക്കെ തിന്മ പ്രവർത്തിക്കുന്നതായിട്ട് കണ്ടത്. അതുകൊണ്ട് നമ്മളും ആ രീതിയിൽ അതിനെ കണ്ടാൽ മതിയാകും. ഇനി ദുഃഖശനിയാഴ്ചയ്ക്ക് കിടക്കുമ്പോൾ യേശു പാതാളങ്ങളിൽ ഇറങ്ങി. പ്രിയപ്പെട്ടവരെ, എല്ലാ മരിച്ചവരോടുമൊപ്പം എല്ലാ പാപികളോടുമൊപ്പം അവിടുന്ന് തുല്യനായി കണക്കാക്കപ്പെട്ടു. നമ്മുടെ ജീവിതത്തിലും ആരോടും മല്ലടിക്കാതെ, വഴക്കടിക്കാതെ, ശാന്തമായി, പ്രതിസന്ധികളിൽ തളരാതെ ശാന്തമായി പിടിച്ചു നിൽക്കുവാനുള്ള ഒരു പാഠമാണ് ദുഃഖശനി നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് അധികം തിന്മയ്ക്കെതിരെ പ്രതികരിക്കാതിരിക്കുക, മറിച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ 1000 സൂര്യചന്ദ്രന്മാർ ഉയർത്തെഴുന്നേറ്റാൽ എന്നതുപോലെയുള്ള പ്രഭ ഈസ്റ്റർ ദിനത്തിൽ ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഈസ്റ്റർ ഉണ്ടാകും. ഉയർപ്പിൻ്റെ സന്തോഷം നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ അനുഭവിക്കുവാനായിട്ട് സാധിക്കും. എല്ലാ ദുഃഖവെള്ളിക്കും ശേഷം ഒരു ഉയർപ്പുണ്ടാകും. എല്ലാവരുടെയും ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് ശേഷം ഒരു വലിയ ഒരു മാറ്റം ജീവിതത്തിലുണ്ടാകും, ഉയർച്ചയുണ്ടാകും. ചിലപ്പോൾ 3 ദിവസം, ചിലപ്പോൾ 3 ആഴ്ച, ചിലപ്പോൾ 3 മാസം, ചിലപ്പോൾ 3 വർഷം, ചിലപ്പോൾ 30 വർഷമൊക്കെ നിങ്ങൾ അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും. അവൻ തീർച്ചയായും നിങ്ങളെ സമീപിക്കും. അവിടുന്ന് നിങ്ങൾക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ നോക്കിയിരിക്കും. നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു ശബ്ദം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ കൃപകൾക്ക് വേണ്ടി കാത്തിരിക്കുക. കൃപകൾ ലഭിക്കുന്നത് ഈ അനുഷ്ഠാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുമ്പോഴാണ്. ആ കൃപയാൽ, ആ ഉയർപ്പിൻ്റെ സന്തോഷത്താൽ, ആ മഹിമയാൽ നമ്മളെല്ലാവരും നിറയും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സ്ഥിരമായ സ്വഭാവമായി മാറട്ടെ. സന്തോഷവും പ്രത്യാശയുമെല്ലാം നിങ്ങൾക്കെല്ലാവർക്കും ഈ വിശുദ്ധവാര കർമ്മങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഒരു ആധ്യാത്മിക അനുഭൂതിയും മാറ്റവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും. ആമേൻ.